തൃശൂർ പുതുക്കാട് കോൺഗ്രസ് നേതാവ് രാജിവെച്ചു. കെ മുരളീധരന്റെ അനുയായിയും 25 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന കെ.യു. നിത്യാനന്ദാണ് രാജിവെച്ചത്. PS സാരംഗ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സാരംഗ, നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ നിത്യാനന്ദന്റെ രാജിക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിത്യാനന്ദ് പറയുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവായിട്ടുള്ള നിത്യാനന്ദ്, കെ.യു. നിത്യാനന്ദ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. പുതുക്കാട് ഉള്ള പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ അല്ലെങ്കിൽ എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അത് താൻ ഉയർന്ന നേതാവായത് ഒരു പാർട്ടിയിൽ തന്നെ മറ്റൊരു നേതാവിന് സഹിച്ചില്ലെന്നും അതുപോലെ തന്നെ ഈ നേതാവ് നിത്യാനന്ദിനെ കുറിച്ച് പലതരത്തിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയെന്നും പൊതുവേദികളിലടക്കം തന്നെ ഇത്തരത്തിൽ ചർച്ചാ വിഷയമാക്കിയെന്നും ഉള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറപ്പൂക്കരയിൽ നമ്മൾ തുടക്കം മുതലേ തൃശ്ശൂരിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ആരോപണം തന്നെയാണ്. പറപ്പൂക്കരയിലും അത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലേക്കും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ, യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥാനാർത്ഥികളെ ഇറക്കിയെന്നും മത്സരരംഗത്ത് നിലവിൽ ഒരുപാട് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പലതവണ ഈ മറ്റ് നേതാക്കളെയൊക്കെ സമീപിച്ചിരുന്നെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അല്ലെ രാജിക്കത്തിൽ പറയുന്നുണ്ട് ഈ നിത്യാനന്ദ്. അതുപോലെ തന്നെ കഴിഞ്ഞ 25 വർഷത്തോളമായി സജീവ പ്രവർത്തകനായിരുന്നു കോൺഗ്രസിന്റെ. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യാനന്ദ് ഉൾപ്പെടെ 20 കോൺഗ്രസ് പ്രവർത്തകർ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്ന കാര്യം കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് കെ മുരളീധരന്റെ അടുത്ത അനുയായി കൂടിയായിട്ടുള്ള നേതാവാണ് ഈ നിത്യാനന്ദ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തിനായാലും തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും ജില്ലയിലെ കോൺഗ്രസിനെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ രാജി നിലവിൽ വന്നിട്ടുള്ളത്.